ഹോയ്, ഒരു പ്രണയകഥ പറയട്ടെ. മൃതസംസ്കാരം കഴിഞ്ഞ് സെമിത്തേരിയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ആ കൈകൾ പുറകിൽ നിന്ന് എൻ്റെ വലതു കൈ പിടിച്ചു. പരുപരുത്തതായിരുന്നെങ്കിലും തണുത്ത് വിറങ്ങലിച്ച ആ കൈകളിൽ നിന്ന് നനവ് എൻ്റെ കൈകളിലേക്ക് പടർന്നു. ഞാൻ നോക്കിയപ്പോൾ പരിചിതമായ മുഖമാണ്. ലാസറേട്ടൻ പറഞ്ഞു തുടങ്ങി. അജോ, 59 വർഷത്തിനിടയ്ക്ക് ഇതാദ്യമായിട്ടാ എൻ്റെ മേരിക്കുട്ടിയെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോണത്. അവളൊരു പാവം പൊട്ടിപ്പെണ്ണായിരുന്നു. എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, എൻ്റെ കൊച്ചങ്ങളെ പെറ്റുകൂട്ടാനും വളർത്തി വലുതാക്കാനും കുറെ കൊന്ത എത്തിക്കാനും മാത്രം അറിയുന്ന പൊട്ടിപ്പെണ്ണ്. ലാസറേട്ടൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. ഞാനില്ലാണ്ട് അവൾ ഇതുവരെ ഒരിടത്തും പോയിട്ടില്ല. ഇതിപ്പോ എന്നെ കൂട്ടാതെ ആദ്യമായിട്ടാ ഒറ്റയ്ക്ക്. അവൾക്ക് പേടിയാവും. അവൾ എന്നെ സ്നേഹിച്ചതിന്റെ ഒരംശം പോലും ഞാൻ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല. തനിക്കൊരു സങ്കടവുമില്ലെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ പരിശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലാസറേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കണ്ണീർത്തുള്ളികളിൽ വിശുദ്ധ പ്രണയം പ്രതിബിംബിച്ചിരുന്നു. വിശുദ്ധ പ്രണയമേ, നീ പ്രണയിക്കപ്പെടുക. ഒരു പ്രണയവും ഒരിക്കലും വിരാമചിഹ്നം തേടുന്നില്ല എന്നത് സത്യം. The love transcends time. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാകില്ല. പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല. ഉത്തമഗീതം 8:7. This is Don Box. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിനെ അവിടുന്ന് അനുഗ്രഹിച്ചാലും. തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം. എന്റെ നെഞ്ചാകെ